നമസ്കാരം. മഹാശിവരാത്രി ആഘോഷങ്ങൾക്കിടെ ഭക്തരെ തല്ലിച്ചതച്ചിരിക്കുകയാണ് പോലീസ് എന്ന വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു. തെലങ്കാനയിലെ സിദ്ദിപ്പേട്ട ജില്ലയിലെ കൊമരവെല്ലി ക്ഷേത്രത്തിലാണ് ഈ ദൗർഭാഗ്യകരമായ സംഭവം അരങ്ങേറിയിരിക്കുന്നത്. മഞ്ഞ ഭണ്ഡാരി ആചാരത്തിൽ പങ്കെടുക്കാൻ ഭക്തർ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചതോടുകൂടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള അപക്വമായ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. സ്ത്രീകളെ ഉൾപ്പെടെ പോലീസ് തല്ലിച്ചതച്ചത് വലിയ പ്രതിഷേധങ്ങൾക്ക് അവിടെ വഴിവെച്ചിട്ടുണ്ട്. രേവന്ത് റെഡ്ഡിയുടെ സർക്കാരിന്റെ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങൾ, ഹിന്ദുക്കളുടെ മൗലിക അവകാശങ്ങൾക്ക് മേലുള്ള കടന്നാക്രമണം തന്നെയാണ്. എന്തുകൊണ്ടാണ് രേവന്ത് റെഡ്ഡി സംസ്ഥാനത്തെ ഹിന്ദുക്കളോട് ഇത്രയും മനുഷ്യത്വരഹിതമായി പെരുമാറുന്നത് എന്നാണ് തെലങ്കാനയിലെ BJP ട്രഷററായ ശാന്തികുമാർ ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിട്ടുമുണ്ട്. എന്തായാലും കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന അഭിപ്രായം തന്നെയാണ് BJP പാളയത്തിൽ നിന്നും ഉയർന്നു വന്നിരിക്കുന്നത്. ആ ഭക്തരെ കുറച്ചുകൂടിയൊക്കെ നന്നായി കൈകാര്യം ചെയ്യാമായിരുന്നു, അവരെ പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു. മറ്റൊരുപാട് മാർഗങ്ങൾ ഉണ്ടായിട്ടും പെട്ടെന്ന് തന്നെ ലാത്തി ചാർജിലേക്ക് എന്തുകൊണ്ടാണ് തെലങ്കാന പോലീസ് കടന്നത് എന്നതിന് കൃത്യമായ ഉത്തരം നൽകണമെന്ന് തന്നെയാണ് BJP ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാധാരണക്കാർക്ക് ഈ ഭക്തർ ഒരു തടസ്സവും ഉണ്ടാക്കിയിട്ടില്ല. സ്വന്തം ക്ഷേത്രത്തിനുള്ളിൽ പൂജ നടത്തുകയായിരുന്നു. അതിനിടയിലാണ് ഈ ലാത്തി ചാർജ് ഉണ്ടായത്. അതും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ലാത്തി ചാർജ് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ഇത് വലിയൊരു പ്രതിഷേധത്തിന് തന്നെ വഴിയൊരുക്കുമെന്നാണ് BJP നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാർ ഇതിനുകൂടി മറുപടി പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മലയാളം.